ഹേ ഗായ്സ്, നമുക്കിന്ന് രണ്ട് ഇഫ്താർ സ്നാക്സിൻ്റെ റെസിപ്പി നോക്കാം. രണ്ടും നല്ല ഹെവി ആയിട്ട് നല്ല റിച്ച് ആയിട്ടുള്ള രണ്ട് സ്നാക്സാണ്. ഒന്ന് നമ്മൾ ഷവർമ പോക്കറ്റൊക്കെ പോലുള്ള ഒരു സ്നാക്സും, അതുപോലെ ഒന്ന് ഒരു ബീഫ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയും കൂടി കേട്ടോ. അപ്പോൾ രണ്ടും കണ്ടോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഷവർമൻ്റെ റെസിപ്പി നോക്കാം. ഞാനിതാ 1.5 കപ്പോളം മൈദ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പാകത്തിന് അറിയുന്നത് നിങ്ങൾക്ക് എത്രയാണ് ഉപ്പ് വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ തന്നെ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊരു 3-4 മിനിറ്റ് ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആവട്ടെ. അതുപോലെ 2-3 മിനിറ്റ് മാത്രം ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പാൽ ഒഴിച്ചിട്ടാട്ടോ കുഴച്ചെടുക്കുന്നത്. ഒരു ഇളം ചൂടുള്ള പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കൂലേ, അതിലും ഒന്നുകൂടി ഒരു ലൂസായിട്ട്, അത്ര കട്ടിക്ക് വേണ്ട, ഇത്തിരി ഒരു സോഫ്റ്റ് ആയിട്ട് വേണം കുഴച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ പാൽ ഒഴിക്കുമ്പോൾ കുറച്ച് പാൽ ഒഴിക്കുക, എന്നിട്ട് കുഴച്ചെടുക്കാം. ഒന്നിച്ച് വെച്ചാൽ പെട്ടെന്ന് ചിലപ്പോൾ ലൂസായി പോകും കേട്ടോ. അപ്പോൾ ഞാനിത് 1/2 കപ്പോളം പാലാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/4 കപ്പ് അതൊന്ന് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ കയ്യിൽ ഇങ്ങനെ ഒരു ഇത്തിരി ഒട്ടും, ആ ഒരു തരത്തിലേക്ക് നമുക്ക് കുഴച്ചെടുക്കാം, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ. പിന്നെ കുറച്ച് ഓയിലും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ കറക്റ്റ് കയ്യിൽ ഫുള്ള് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനിത് ഒരു കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ഇതൊന്ന് കുഴച്ചെടുത്താൽ മതി. ഞാനൊരു പലകൻ്റെ മേലിട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ, എന്നാലാണ് ഇത് കറക്റ്റ് പൊങ്ങി വരിക. അതുകൊണ്ട് നല്ലോണം കുഴച്ചെടുക്കാൻ നോക്കുക. അതുപോലെ നല്ലപോലെ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഈ ഒരു ബൗളിലേക്ക് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊരു 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതവിടെ നിൽക്കട്ടെ. അപ്പോഴത്തേക്കും ഇതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കുക. ഇതൊരു 100 ഗ്രാമോളം ചിക്കൻ ഉണ്ടാവുള്ളൂ, 100-200. എല്ലില്ലാത്ത പീസാണെങ്കിൽ അതേക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആക്കിയിട്ട് ഒരു ടീസ്പൂണ് കോൺഫ്ലവറും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് കൈ വെച്ചിട്ടാണ് അങ്ങനെ നല്ലപോലെ മിക്സ് ആക്കി എടുക്കുക. ആ ഒരു മസാല ഫുൾ അതിലേക്ക് തേച്ച് പിടിപ്പിക്കുക. ഇനി ഇത് നേരെ നമ്മൾ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നമ്മളിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല, അതുകൊണ്ട് തന്നെ നല്ലപോലെ ആ ഒരു മസാല അതിലേക്ക് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. എന്നിട്ട് ചിക്കൻ നമ്മൾ ഫ്രൈ ആക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് ഓയിൽ കൂടിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറച്ചാളാണ് ഞാൻ മുങ്ങി പൊരിക്കാനുള്ള രീതിയിലേക്ക് ആക്കിയെടുക്കുക. പിന്നെ ഇത് ഫുള്ള് ഒന്നിച്ച് പൊരിച്ചെടുക്കുക എന്നൊക്കെ ഉള്ളതിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് പക്ഷേ കുറച്ച് കൂടിപ്പോയി കേട്ടോ. അപ്പോൾ ഒരു ഭാഗം നല്ലപോലെ ആയിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗം ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ കോൺഫ്ലവറൊക്കെ ഒന്ന് സെറ്റ് ആയിക്കോട്ടെ. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ 2 ഭാഗവും നല്ലപോലെ ഫ്രൈ ആയി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്കിത് കോരിയെടുക്കാം. പിന്നല്ല നമ്മൾ കുറേ വട്ടം ഇളക്കിയാൽ അതിലുള്ള മസാലയും കൂടി പോകും. അതുകൊണ്ട് ഒരു ഭാഗം നല്ലപോലെ ആവട്ടെ, എന്നിട്ട് അടുത്ത ഭാഗം മറിച്ചിടുക. എന്നിട്ട് രണ്ട് ഭാഗവും നല്ലപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, ഇത് കോരിയെടുക്കുക. പിന്നെ അത് വേവിച്ചിട്ടും ചെയ്യും, പക്ഷെ ഫ്രൈ ആക്കിയിട്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ എല്ലാം ഫ്രൈ ആക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പുറത്തെ അതേ അടുപ്പിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലേക്ക് വേണ്ട ഫ്രഞ്ച് ഫ്രൈസും കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഒരു പാത്രത്തിലേക്ക് വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം വെള്ളം തിളപ്പിച്ചെടുക്കുക. നല്ല വെള്ളം തിള വന്നാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ വേവൊന്നും വേണ്ട, നല്ലപോലെ ഒന്ന് തിള വന്നാൽ മതി കേട്ടോ. അപ്പോൾ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളത്, ചെറിയ ഉരുളക്കിഴങ്ങാട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യുക. നല്ല തിളച്ച് ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ തിള വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതങ്ങോട്ട് ഊറ്റിയെടുക്കാം. ഇനി ഇത് ഊറ്റിയെടുത്തിട്ട് ആ ഒരു നല്ല ചൂട് തന്നെ, നമ്മൾ ചൂട് തണിയൊന്നും വെക്കുന്നില്ല, നല്ല ചൂടിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ആ ഒരു വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങിലേക്ക് എന്ത് ചെയ്യുക, നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇനി ഇങ്ങനെ ചെയ്യാൻ പറ്റാത്തൊരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ആ ഒരു കോൺഫ്ലവർ ഫുൾ അതിലേക്ക് പിടിപ്പിച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഇതവിടെ തണിയാൻ മാറ്റി വെക്കാം. അപ്പോഴത്തേക്കും തണിഞ്ഞതിന് ശേഷമാണ്, നല്ല തണിഞ്ഞതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് ഇങ്ങനെ 2 എണ്ണമൊക്കെ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേറെ ആക്കിയിട്ട് പിന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇട്ടേമ്പാട് 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ കോൺഫ്ലവറാണ്, ഒട്ടിപ്പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ സംഭവം റെഡി ആയി കിട്ടും കേട്ടോ. അപ്പം 2 ഭാഗവും നല്ലപോലെ ഇങ്ങനെ മുരിഞ്ഞൊരു ഗോൾഡൻ ബ്രൗൺ കളറായാൽ നമുക്കിത് കോരി മാറ്റാം. ഇനി നമുക്ക് ആ ഒരു കുഴച്ച് വെച്ചില്ലേ, ആ ഒരു മൈദ മിക്സ് എടുക്കുക. ഞാനൊരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കൊടുത്തിരുന്നു കേട്ടോ. ഇതിലേക്ക് ഞാൻ വെള്ള എള്ളും കറുത്ത എള്ളും കൂടി മിക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുക.
എന്നിട്ട് നല്ലപോലെ അങ്ങോട്ട് കുഴച്ചെടുക്കുക. ഞാനില്ല ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ സമയമില്ലാത്തതുകൊണ്ട് തന്നെ റെസ്റ്റ് ചെയ്യാൻ വെച്ചില്ല. ഇതിലും ഒന്നും കൂടി നല്ലപോലെ പൊങ്ങി വരും. പക്ഷേ സമയമില്ല, നോമ്പ് തുറക്കുമ്പോൾ ആവണ്ടേ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒന്ന് കുഴച്ചെടുക്കാമെന്ന് വിചാരിച്ച് ഇത് ആ ഒരു എള്ളും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആവട്ടെ. അങ്ങനെ നമുക്ക് കുഴച്ചെടുക്കണം. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് ഇങ്ങനെ നമ്മളെ ചെറിയ പോക്കറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. പിന്നെ വിചാരിച്ച് അത് വേണ്ട, നമുക്കിങ്ങനെ അത്യാവശ്യം നമ്മളൊരു കുബൂസിൻ്റെ ഒക്കെ വണ്ണത്തിലെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിറക്കാമെന്ന് കേട്ടോ വിചാരിച്ചത്. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്ത് ഇതേപോലെ വലിയ വലിയ ബോൾസ് ആക്കിയിട്ടുണ്ടേനു. അത് നല്ലപോലെ ഉരുട്ടിയിട്ട് വലിയ വലിയ ബോൾസ് ആക്കിയിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് എടുത്തതാണ്. പിന്നെ വിചാരിച്ച് ഇങ്ങനെ ആകുമ്പോൾ ഒരു 4 എണ്ണമൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങോട്ട് എല്ലാവർക്കും ഒരുപോലെ ആവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചിങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഒരു ചപ്പാത്തി മാവിൻ്റെയൊക്കെ വണ്ണത്തിലാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നമ്മൾ പൊടി ഇട്ടിട്ട് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ പൂരിക്കൊക്കെ കുഴക്കില്ലേ ആ ഒരു കട്ടിയിൽ മതി കേട്ടോ. എന്താ വെച്ചാൽ അധികം കട്ടിയായി പോയാൽ ഇതുകൊണ്ട് പൊന്തി കിട്ടൂല. അതുപോലെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പോൾ എങ്ങനെയാണ് പൊന്തി കിട്ടുക എന്നൊക്കെ. ആ ഒരു തിക്നെസ്സിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതങ്ങോട്ട് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിതാ നമ്മൾ സാധാരണ ഒരു പൂരിക്കൊക്കെ പരത്തിയെടുക്കില്ല ആ ഒരു ഇതിലങ്ങോട്ട് പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിത് എണ്ണയിലൊന്നും പൊരിച്ചെടുക്കുന്നില്ല. നമ്മൾ ഡയറക്റ്റ് പിന്നെ ഇങ്ങനെ പാത്രത്തിലിട്ടിട്ട് നമ്മൾ കുബൂസ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതേപോലെയാണ് ചെയ്തെടുക്കുന്നത്. പക്ഷേ നമ്മളിതിൽ കുറച്ച് മല്ലിച്ചപ്പും അതുപോലെ കാണാൻ ഒരു ഭംഗിക്ക് ഒരു അത്യാവശ്യം കഴിക്കുമ്പോൾ ആ ഒരു എള്ളൊക്കെ ഇട്ടുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതാ ഞാനിതൊന്ന് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അത്യാവശ്യം പൂരീൻ്റെ ആ ഒരു മാവിൻ്റെ വലുപ്പത്തിൽ തന്നെയാണ് കേട്ടോ പരത്തിയെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ അങ്ങനെ ഒരു ഭാഗം ചെറിയ രീതിയിൽ ബബിൾസ് വരുമ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക. പിന്നെയും തിരിച്ചും മറിച്ചിട്ട് ഇതിങ്ങോട്ട് ഇങ്ങനെ പൊന്തി കിട്ടണം, നല്ല പൊന്തി കിട്ടണം കേട്ടോ. അപ്പോൾ സമയമുള്ളവരൊക്കെ ആണെങ്കിൽ കുറച്ച് സമയം വെച്ചാൽ മതി. മാവ് നമ്മൾ ബോൾസ് ആക്കിയിട്ട് കുറച്ച് സമയം വെക്കുക. അങ്ങനെ വെച്ച് കൊടുത്താൽ തന്നെ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അത്യാവശ്യം മേൽഭാഗമൊക്കെ കളറൊക്കെ മാറി ഇതാ ഒരു ഗോൾഡൻ കളറൊക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതങ്ങോട്ട് മാറ്റാം. ഇത് നല്ലോണം പൊന്തി കിട്ടിയാൽ നമുക്ക് ഒന്നും കൂടി ഈസി ആവും കേട്ടോ. നമ്മളിത് തുറക്കാൻ നല്ലപോലെ ഈസി ആയി കിട്ടും. അപ്പോൾ പൊന്തി കിട്ടിയില്ല വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഇത് ഉള്ളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ നല്ല വൃത്തിക്ക് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ 2 ഭാഗവും നല്ലപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതങ്ങോട്ട് എടുക്കാം. അപ്പോൾ ഇതാ ബാക്കിയും അതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളൊരു പൂരീൻ്റെ അളവിൽ നമ്മൾ പരത്തിയെടുത്തിട്ട് ഒരു ബബിൾസ് വരുമ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുന്ന ഒരു 2-3 മിനിറ്റ് അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്താൽ തന്നെ അത് നല്ലപോലെ പൊന്തി കിട്ടും കേട്ടോ. പൊന്തി കിട്ടിയാലാണ് കറക്റ്റ് കിട്ടുക. അതിന് കിട്ടിയില്ല വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഒരു ഗോൾഡൻ കളറായി കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതങ്ങോട്ട് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാ എല്ലാം നമ്മൾ ഇതുപോലെ തന്നെ സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കനില്ലേ അത് ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കാബേജ്, ക്യാരറ്റ്, ഉള്ളിയൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒരു ഉള്ളിയും അതുപോലെ ഒരു ക്യാരറ്റും ഒരു കാബേജിൻ്റെ ഒരു കാൽ ഭാഗവും മാത്രം കേട്ടോ. ഇതിലേക്ക് ഉപ്പും കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കുക. ആ ഒരു ഉപ്പും കുരുമുളകൊക്കെ എല്ലാ ഭാഗത്തേക്കും പിടിക്കുക. പിന്നെ ആ ഒരു വെജീസൊക്കെ ചിക്കനിലും എല്ലാം കൂടി നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കെച്ചപ്പ്, ടൊമാറ്റോ കെച്ചപ്പ് അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് യൂസ് ചെയ്യാം. പിന്നെ കുറച്ച് മയോണീസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് ഞാൻ വെജിറ്റബിൾ മയോണീസാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേടൊന്നുമില്ല, എത്ര ദിവസം വേണമെങ്കിലും വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് ഫില്ല് ചെയ്യാം. ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടില്ലേ കുബൂസ്, അതിൻ്റെ ഇങ്ങനെ ഉള്ളു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സൈഡ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിങ്ങനെ നമ്മൾ ഉള്ളു തുറന്നെടുക്കുക. അതാ ഞാൻ പറഞ്ഞത്, നല്ല പോലെ പൊന്തി കിട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉള്ളിങ്ങനെ നമുക്ക് ഇങ്ങനെ ഇതായി കിട്ടും കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ഇതുപോലെ കൈ കൊണ്ട് ഇങ്ങനെ എടുക്കേണ്ടി വരും. അപ്പോൾ നല്ല പോലെ പൊന്താൻ വേണ്ടിയിട്ട് ഒരു 2-3 മണിക്കൂറെങ്കിലും നമ്മളിത് എന്ത് ചെയ്യുക, പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. മാവ് പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും. ഇതാ തുറന്നെടുത്തിട്ട് ചെറിയൊരു ഇങ്ങനെ ഹോൾസൊക്കെ വന്നിട്ടുണ്ടാവും, ഒന്നും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ നേരത്തെ മയോണീസിലേക്ക് ഞാൻ കുറച്ച് കെച്ചപ്പ് മിക്സ് ആക്കുന്നുണ്ട്. ഇത് നമ്മൾ ആ കുബൂസിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാനാട്ടോ. അപ്പോൾ നല്ലപോലെ തന്നെ അതൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി നമ്മളെ കുബൂസ് എടുക്കുക. കുബൂസിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ 1 ടീസ്പൂണ് മയോണീസ് ഒഴിച്ച് കൊടുക്കട്ടെ. ഇത് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കുറച്ച് അധികം ആയാലും പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഉരുളക്കിഴങ്ങ് വെച്ച് ചെയ്തുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ.
ഇനി ഇതാ നമ്മൾ റെഡിയാക്കി വെച്ച ഫ്രഞ്ച് ഫ്രൈസ്. അതാ ഞാൻ പറഞ്ഞാൽ കറക്റ്റ് ഇതൊന്നും വേണ്ട, ഇതിൻ്റെ ഉള്ളിൽ വെക്കാനല്ലേ. അപ്പോൾ ഇത് കടിച്ച് തിന്നുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. എന്നിട്ട് നമ്മൾ അത്യാവശ്യം ഫില്ലിങ്സ് ഞാൻ അതിൻ്റെ ഉള്ളിൽ നിറച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് കേട്ടോ, നമ്മൾ വിചാരിക്കുന്നതിലും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, അപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റ് ഉണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ചുകൂടി ഫ്രഞ്ച് ഫ്രൈസൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെയും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നത് റെഡി ആയിട്ടോ. ഇനി പണിയൊന്നുമില്ല, ചൂടാക്കി എടുക്കലോ പരിപാടികളോ ഒന്നുമില്ല, സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എള്ളിട്ടുകൊണ്ട് തന്നെ അതിങ്ങനെ ഇങ്ങനെ ഒരു ടൈറ്റായിട്ട് അതിൻ്റെ മേലെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് തുറന്നെടുക്കുമ്പോൾ കുറച്ച് പണിയുണ്ട് കേട്ടോ. ഒട്ടിപ്പിടിച്ചിട്ട് കുറച്ച് പണിയുണ്ട്. അപ്പോൾ രണ്ടാമത്തെയും ഞാൻ നല്ലപോലെ തന്നെ തുറന്നെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സെയിം തന്നെ കുറച്ച് മയോണീസും കെച്ചപ്പും ഇല്ലേ, അതിൻ്റെ മിക്സ് കുറച്ച് നല്ലപോലെ സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ മസാല ഫില്ല് ചെയ്ത് കൊടുക്കുക. ഉള്ളിലായിട്ട് കുറച്ച് ആദ്യം ഫ്രഞ്ച് ഫ്രൈസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളെ മസാല മേലെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മേലേക്ക് കുറച്ചുകൂടി ഫ്രഞ്ച് ഫ്രൈസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ കുട്ടികൾക്കൊക്കെ വെറുതെ കഴിക്കാനൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങുന്നതിന് നല്ലത് കുട്ടികളെ പറ്റിക്കാൻ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത്യാവശ്യം നല്ല ക്രിസ്പിയാണ് കേട്ടോ. നമ്മൾ ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ക്രിസ്പി ആവുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ തണിയുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയാലും ഒരു 10 മിനിറ്റ് പുറത്ത് വെച്ചാൽ തണിഞ്ഞു പോകും. അപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമ്മൾ ഷവർമ പ്ലേറ്റൊക്കെ അല്ലേ, അതുപോലെയും ഇത് ചെയ്തെടുക്കാം കേട്ടോ. ഒരു കുബൂസിൻ്റെ മേലേക്ക് നമ്മൾ ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ട് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസൊക്കെ വെച്ച് മയോണീസൊക്കെ തേച്ച് കൊടുത്തിട്ട് ഇതേപോലെ ആക്കിയെടുത്താൽ നമ്മൾ പ്ലേറ്റ് ഷവർമയും ചെറിയ മിനി പ്ലേറ്റ് ഷവർമയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഏതാ എളുപ്പം അങ്ങനെ ചെയ്ത് നോക്കിക്കോളി. നമ്മളെ ബീഫ് സാൻഡ്വിച്ച് ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നും കൂടി പറഞ്ഞുതരാം. ആദ്യം ബീഫ് ഒന്ന് അരച്ചെടുത്തതാണ്. ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ ചില്ലി ഫ്ലെക്സും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം കൂടിയും ഇത് ഇന്നലത്തെ ഒരു ബർഗറിൻ്റെ ബാക്കി ബീഫാട്ടോ, അത് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ബർഗറിൻ്റെ റെസിപ്പി നോക്കിയാൽ മതി, ഇതിൽ എന്തൊക്കെയാണ് കൂട്ടി അരച്ചെടുത്തതെന്നുള്ളത് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ബയോയിൽ കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് ഞാനിതൊന്ന് നല്ലപോലെ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് നല്ലപോലെ ഇത് വെച്ചിട്ട് തന്നെ ഇങ്ങനെ മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ മിക്സായി ചൂടായി വന്നാൽ നമുക്ക് എന്ത് ചെയ്യുക, ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 5-6 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്ന് നോക്കുക, എന്നിട്ടൊന്നുകൂടി മിക്സാക്കുക. വേണമെങ്കിൽ വെന്തിട്ടില്ലെങ്കിൽ മൂടി വെക്കുക, വെന്തിട്ടുണ്ടെങ്കിൽ കോരി മാറ്റുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ കൊടുക്കുക ഇതിൻ്റെ എന്തൊക്കെയാണ് കൂട്ടിയെന്നും കൂടി ഇതിലുണ്ടാവും കേട്ടോ. അപ്പോൾ ബീഫൊക്കെ നല്ലപോലെ വെന്തിയുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെവി ആയിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി അതേ ഓയിലിൽ ഞാൻ ബീഫ് വേവിച്ച ഓയിലിൽ ഒരു ടീസ്പൂൺ മതിയാവും കേട്ടോ. 1 ടീസ്പൂണ് അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണ് മൈദമാവ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. കട്ടല്ലാണ്ട് മിക്സാക്കി എടുക്കുക. ഫ്ലെയിം കുറച്ചിട്ട് ആ ഒരു മൈദമാവൊന്ന് വേവിച്ചെടുക്കുക. ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനൊരിത്തിരി കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വേണ്ടെങ്കിൽ ചേർക്കേണ്ട, വേണമെങ്കിൽ ചേർക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. നല്ലപോലെ ഒന്ന് വെന്ത് വന്നാൽ ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കുക. പാലൊഴിച്ചിട്ട് അപ്പാടന്നെ നല്ലപോലെ ഒന്ന് തിള വരുമ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് പാകത്തിന് മാത്രം ഉപ്പ് ചേർത്താൽ മതി, അല്ലെങ്കിൽ ഭയങ്കര ഉപ്പായിപ്പോവും. എന്നിട്ട് ഇത് ടൈറ്റ് ആവുന്നതിനനുസരിച്ച് കുറച്ച് പാലൊഴിച്ചിട്ട് ലൂസാക്കി എടുക്കുക. എന്നിട്ട് ഇത് കട്ടയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാനിത് വിസ്ക് വെച്ചിട്ട് ഇങ്ങനെ നല്ല പോലെ ഒന്ന് കട്ട പോക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊരു ക്രീമി ആയിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ ഇത് കൂടുതലായിട്ട് ഒരു ബ്രെഡിന് ഇത് കൂടുതലാണ്. ഇത് 2 ബ്രെഡിലേക്കുള്ള ഒരു മിക്സ് ഉണ്ട്, ക്രീം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇങ്ങനെ, അല്ലെങ്കിൽ ഫ്ലെയിം ഓൺ ചെയ്യുമ്പോൾ കട്ട പിടിച്ച് അപ്പോൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇങ്ങനെ നല്ല ക്രീമി ആയിട്ട് കട്ടയൊക്കെ പോക്കിയെടുക്കുന്നുണ്ട്. ഇനി ഇത് ബ്രെഡിൻ്റെ മേലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇത് കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഇതിൽ കുറവ് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഇത് ഞാനിത് സാൻഡ്വിച്ച് ബ്രെഡിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങളടുത്ത് ഏതാ ബ്രെഡുള്ള അതിനനുസരിച്ച് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് ഞാൻ ആ ഒരു സ്പ്രെഡ് കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നാലാണ് അത്യാവശ്യം നല്ല ക്രീമി ആയിട്ട് കിട്ടുക. ഇനി ഇതൊക്കെ ഇങ്ങോട്ട് സെറ്റായി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ മേലേക്ക് നമ്മൾ ബീഫ് ഇട്ട് കൊടുക്കാം. സാൻഡ്വിച്ച് ബ്രെഡ് ആയതുകൊണ്ട് ഒറ്റൊരു ബ്രെഡിലേക്കുള്ള ബീഫ് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ അത്യാവശ്യം നല്ലപോലെ ഫില്ലിങ്സ് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാ ഭാഗത്തേക്കും ആ ഒരു ബീഫാക്കി കൊടുത്തിട്ട്
ഇതിലേക്ക് കുറച്ച് നമ്മൾ വെജിറ്റബിൾ ഞാൻ ആ ഒരു ഷവർമ്മക്ക് എടുത്ത ആ ഒരു ഉള്ളിയും ക്യാരറ്റും ക്യാബേജൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മേലെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും അതുപോലെ മയോണീസും കൂടി ചേർത്താൽ ഒന്നും കൂടി ഒരു ക്രീമി ആയിട്ട് നല്ല ഹെവി ആയിട്ടുണ്ടാവും കേട്ടോ. ഇനി ഇതാ ഒന്നുമില്ല, ഇനി സംഭവം സിമ്പിളാണ്. ഞാൻ പറഞ്ഞു വരുമ്പോൾ എന്തൊക്കെയോ പറഞ്ഞങ്ങോട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് പാൻ ചൂടായി വന്നാൽ അതിലേക്ക് ഒരു പീസ് ബട്ടറാണ് കേട്ടോ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഈ ഒരു സാൻഡ്വിച്ചിന്. ബീഫല്ലേ, അപ്പോൾ ഓയിൽ ഈ ബട്ടർ ഇല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചോളി. ബട്ടറാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ബട്ടർ നല്ലപോലെ സ്പ്രെഡ് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഈ ഒരു സാൻഡ്വിച്ച് ബ്രെഡ് ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ടിങ്ങനെ ഒരു ഭാഗം നല്ലപോലെ മുരിഞ്ഞ് വരണം, കരിയരുത്. മുരിഞ്ഞ് വന്നാൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റാണ്, അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടുള്ള നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ രണ്ട് ഭാഗവും ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ടില്ല ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, എടുത്ത് മാറ്റാം. രണ്ട് ഭാഗവും ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് മാറ്റാം. ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല ക്രീമി ആയിട്ട്. ഇതില്ലേ നല്ല ക്രിസ്പി ആയിട്ട്. ഞാൻ പറയാം ഇതിൻ്റെ സൗണ്ടൊക്കെ കേൾപ്പിച്ച് തരുന്നുണ്ട്, പക്ഷെ മക്കളെ കരച്ചിലൊക്കെ ആയിട്ട് സൗണ്ടൊന്നും കേൾപ്പിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാട്ടോ. അപ്പോൾ നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. രണ്ട് റെസിപ്പിയും അടിപൊളിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ഫ്രം ജസ്ന വിശീൽ എൻ്റർടൈൻമെൻറ്റ്. പിന്നെ ഈ വീഡിയോ കാണുന്നതോടൊപ്പം എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.